ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ ഇന്നലെ രാത്രി കുറേ ലഗേജൊക്കെ ആക്കി വെച്ചു. ഇന്നതാ പിന്നെ ഇപ്പോൾ ബാക്കിയും കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പോവാം. പോണ നേരെ ഒറ്റപ്പാലം വഴി ഒറ്റപ്പാലം വഴി നേരെ കൊപ്പം, വളാഞ്ചേരി, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മംഗലാപുരം. മംഗലാപുരത്ത് ഇന്ന് സ്റ്റേ ചെയ്യണ പോലെ പോവാ അല്ലേ? ശരി. അപ്പൊ നമ്മളൊരു 6:45 ഇറങ്ങി. വൈകുന്നേരം 7 മണിയാകുമ്പോൾ അവിടെ എത്തുന്നു വിചാരിക്കാം. ഓക്കെ. അവിടെ മൊത്തം പൂവിന്റെ കച്ചവടമൊക്കെയാണ്. ഓണം ആയതുകൊണ്ട് ഒക്കെ ഓപ്പൺ ആക്കുന്നുള്ളൂ അല്ലേ? ഒക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ പൂവുണ്ട്. അപ്പുറത്താണ് നിറയുണ്ട്. സിഗ്നൽ ഒന്നും തുടങ്ങിയിട്ടില്ല അല്ലേ? സ്മാർട്ട് ബസാർ തുറക്കുന്നു. പറയണ അങ്ങോട്ട് കേൾക്കുക. ശ്രീ ഗണപതി നീ തുടങ്ങടാ. പാലക്കാട് KSRTC സ്റ്റാൻഡ്. ഇവിടെ നല്ല തിരക്കാണ്, റോഡും ഒക്കെ. ഓ, മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് ഈ ബെഡ്ഷീറ്റ് ഒക്കെ വെക്കുന്ന ആൾക്കാർ പോകണം അല്ലേ? ഇതിൽ കൂടെയാണ് KSRTC ഉള്ളിൽ കയറുക. ഉള്ളിൽ കയറണം, പുറത്തിറങ്ങണ ഇതിൽ കൂടെയാണ്. എക്സിറ്റ് ഇത് ഉള്ളിൽ കയറാനല്ലേ? അപ്പുറത്തൂടെയാണ് എക്സിറ്റ്. കർണാടക KA ആണത്, അതാണ് അതിൽ കയറാത്തത്. ഓ, അപ്പുറത്തൂടെയാണ് ഇതിൽ തന്നെ കയറാം. ഓ, അവര് അതിൽ കൂടെ പോകുമല്ലേ? മഴ വീണ പോലെ ഉണ്ട് അല്ലേ? ഇന്നലെ രാത്രി എന്താ മഴ? എല്ലാവിടെയും മഴയുണ്ടെന്ന് വിശ്വസിച്ചാ ഏകദേശം ഇവിടെ കോഴിക്കോടൊക്കെ വിട്ടാ ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇതിപ്പോ ഓണം ആയതുകൊണ്ട് മഴ പെയ്യാൻ പോകായിരിക്കും. നമ്മൾ എടത്തറയിൽ തന്നെ ഒരു ഹോട്ടലില് ഫുഡ് കഴിക്കാൻ നിർത്തി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. മഴ പാറുന്നുണ്ട് ലൈറ്റായിട്ട്, ചെറുതായിട്ട്. വണ്ടി നമ്മൾ കുറച്ച് അവിടെ കൊണ്ടുപോയി നിർത്തിയോണ്ട് അവർ തിരിച്ചു വരാൻ നിൽക്കുകയാണ്. ഹോട്ടൽ ശ്രീ ശക്തി വിലാസ്. മസാല റോസ്റ്റ്. വെയിറ്റ് വീട്ടിലാണ് പോണത്. അതാ എവിടെ പോണം നമ്മൾ? തോവി എവിടെ പോണ?
ഗോവ. ഇങ്ങനെ ബെഞ്ചിട്ടിട്ട് ഉള്ളവിടെ നമ്മളെ കഴിച്ചിട്ടില്ല. വെച്ചാ ആദ്യമായിട്ടാണ്. സ്ഥലം പോവില്ല, അത്ര സ്ഥലം അറിയാം പോവുക, ആൾക്കാർക്ക് ചേർന്ന് ഇരിക്കാം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇറങ്ങി. ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ മഴയുണ്ടായിരുന്നു, ഇപ്പം മഴയില്ല. മിൽക്ക് പേട വാങ്ങിച്ചിട്ട് അത് കഴിക്കുകയാണ് അല്ലേ ടോബി? എന്താ കഴിക്കണേ? കോഴിക്കോട് പോവാൻ നമുക്ക് നല്ല വഴി മുണ്ടൂര് ചെറുപ്പുളശ്ശേരി പെരിന്തൽമണ്ണ അങ്ങനെ പോകണമെന്ന് നമുക്ക് വഴി. പക്ഷേ ഇവിടെ ഒരു വട്ടപ്പാറ വയഡക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് നല്ല സൂപ്പറായിട്ട്. അതിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴിക്ക് പോകണം. ഈ വഴി പോകണം. അതാണ് രാവിലെ പറഞ്ഞത് വഴി ഇതൊക്കെയാണെന്ന്. അവിടെ സിഗ്നലാണല്ലേ. ഞാൻ എന്തിനപ്പോ ആൾക്കാർ ഇവിടെ നിർത്തുന്ന നോക്കാം. ആ ബസ് അങ്ങോട്ട് തിരിയാനാണ്, കുഴപ്പമില്ല. ഇവിടെ സിഗ്നലാ. ഇതിപ്പോ ഇതൊരു ചെറിയ സ്ഥലമാണല്ലോ. ഇതാണ് ലക്കിടി. ലക്കിടി ലക്കിടി. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എത്ര പഴമാണ് ആ കടയിൽ തൂക്കിയിരിക്കുന്നത്. വയഡക്റ്റിൽ കൂടെ പോവാനാണ് നമ്മൾ വന്നത്. മാഹി പോവാൻ പറ്റുമോ ഇതിൽ കൂടെ? കോഴിക്കോട് കഴിഞ്ഞിട്ടാണ് മാഹി. ഏത് വഴിക്ക് പോയാലും മാഹിക്ക് പോവാ. ശരി. കഴിഞ്ഞ അങ്ങനെ ഒരു വഴിയിൽ നല്ല രസമുണ്ട്, മരങ്ങളൊക്കെ ആയിട്ട്. മഴയും കൂടി ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. കാണിച്ചുതരാം. ഒറ്റപ്പാലത്തിന്റെ അവിടെ എന്താ മഴ അല്ലേ? രാവിലെ ഫുൾ മഴ. ഇവിടെ അത്ര മഴയില്ല. റോഡൊക്കെ നനഞ്ഞിട്ടുണ്ട്. മഴ പെയ്തു പോയതാണ് തോന്നുന്നില്ലേ? എല്ലാരും ഓണം സെലിബ്രേഷന് പോവാ, സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട്. അങ്ങനെ നമ്മൾ മേലെ പട്ടാമ്പി. അപ്പൊ ഇവിടെ കൊറേ ബലൂൺസ് ഒക്കെ പറഞ്ഞോണ്ടിരിക്കാണ്. ഇവിടെ കൊറേ ബലൂൺസ് പറഞ്ഞോണ്ടിരിക്കുന്നു. അങ്ങനത്തെ ബലൂൺസ് കൊണ്ട് പറന്ന് കളിക്കുന്നു. ആൻവേൽ കൊച്ചി കന്യാകുമാരി ഹൈവേക്ക് തിരിയാണ്. Continue on Panvel, Kochi, Kanyakumari highway for 1 kilometer. അത് വളാഞ്ചേരി ടൗൺ. അപ്പോഴാണ് യഥാർത്ഥ റോഡെത്തുക. അമ്മയ്ക്ക് ആ റോഡ് എത്തിയിട്ടൊന്ന് കാണിക്കാം. എനിക്ക് കാണിക്കൊന്നും വേണ്ട, നിങ്ങൾ എപ്പോഴും പറയില്ലേ, അത് പറഞ്ഞു മാത്രം. ഇതാണ് വയഡക്ട്. ആ മേലത്തെ റോഡിക്കാണ് നമ്മൾ ജോയിൻ ചെയ്യാല്ലേ? In 150 meters, sharp right. വട്ടപ്പാറ വയഡക്ട്. Sharp right, then take the ramp to National Highway 66. പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. Take the ramp to National Highway 66. ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. വയഡക്ട് ഇപ്പൊ പണി കഴിഞ്ഞാണ്, പുതിയതാണല്ലേ? പുതിയ വയഡക്ട് ആണ്. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ റോഡ്. ഇതിനാണ് നമ്മള് ഇതുവഴി ചെർപ്പളശ്ശേരി ആ വഴി പോവാണ്ട് ഇതിൽ കൂടെ വന്നത്. Continue on National Highway 66 for 7 kilometers.
കാണാനേ നല്ല ഭംഗി. ഇനി രണ്ട് സൈഡും നോക്ക് തന്നെ ജാളിയാണ്. കാടാമ്പുഴ നല്ല ഭംഗിയുണ്ടല്ലേ. ഫാസ്ടാഗിന്റെ ഒക്കെ ഇത് അല്ലേ. ഇത്ര കണ്ട മരങ്ങള്, കൃഷിയൊക്കെ കണ്ട. കൃഷി നമ്മളെ 80 km/h പോവാൻ പാടുള്ളൂ. അപ്പുറമൊക്കെ നമുക്ക് തോന്നുന്നു അർബേനിയ. ടാക്സിയാണ്, യെല്ലോ ബോർഡാണ്. അതെ അല്ലേ. സൂപ്പർ എലിവേഷൻ. എനിക്ക് കാണില്ല. അതാ ആണ് എങ്ങനെ കാണും. റോഡ് നീ ഇങ്ങനെ നോക്ക്. അല്ലെങ്കിൽ ആ ടൗൺ ഉള്ളിൽ കൂടെ കയറി അത് യൂട്ടേൺ ഒക്കെ അടിച്ചിട്ട് വേണം വരാൻ. പപ്പനെ നാട്ടിൽ താഴ്ചയൊക്കെ എന്താ റോഡ്. ഫോട്ടോ എടുക്കാൻ, നേമയാണ് വലിയ വീഡിയോ ആള്. എടുക്കാൻ. സമ്മതിക്കില്ലേ? എന്താ ഈ റോഡ് അങ്ങനെ കട്ടിയായിരിക്കും. എന്താ പൈപ്പൊക്കെ, ചെറിയ ചെറിയ പൈപ്പ്. അതന്നെ അതിൽ കൂടെ വെള്ളം പോകാൻ വേണ്ടിട്ട്. ഈ മല ഒന്ന് ചെടിഞ്ഞു പോയില്ലേ? അത് നമുക്ക് അപ്പുറമൊക്കെ ഡിസൈൻ ആണെന്ന് വിചാരിച്ചു. ഇഞ്ചൻ കാടാവും. കോട്ടക്കൽ, കാഞ്ചി, കഞ്ഞിപ്പൂര്. ഞാന് ഇംഗ്ലീഷ് നോക്കണേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോൾ പ്ലാസ എത്തി. ടോൾ പ്ലാസ കണ്ടില്ല അവരെന്താ. In 300 meters, turn left. Continue on National Highway 66 for 1.5 kilometers. ചന്ത എത്ര വലിയ വീടില്ലേ, എത്ര വലിയ വീടാണ്. അത്ര മോളിൽ കൂടെ പോകണം. അതാ കണ്ട ഇവിടെ വീടുകൾ എത്ര വലുത്. പോട്ടെ പോട്ടെ, എന്ത് തട്ടിയ അമ്മമ്മന്റെ കൈ തട്ടിയ പോട്ടെ. അതെന്തെങ്ങനെ തട്ടിയ അവർക്ക് ആ വീട്ടിലെത്തിട്ട് ഇങ്ങോട്ട് വരാനായിട്ടാണ് ഈ റോഡ്. കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം. ഇങ്ങനെ ആക്കും. ഇത് നോക്ക് പൈപ്പ് ഇട്ടിരുന്നു. In 400 meters, keep right to take the flyover. പത്ത് മണിയായിട്ടുള്ളൂ. ഈ 112 കിലോമീറ്റർ. ഒന്നാണ് പേടിക്കണ്ട, വഴി നമുക്കറിയാം. ഞാൻ വെറുതെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു മാത്രം. ഞാൻ വഴിയിൽ ഇനി പെട്രോൾ അടിച്ചിട്ട് പോകണോ ഇതന്നെ മതിയാ നോക്കാൻ വേണ്ടിയിട്ട്. 100 മേലെ പോകും. 100 കാലാവസ്ഥ എന്താണ് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ മഞ്ഞാണ്. അത് മഴ വരുന്നതിന് മുന്നായിട്ട് കാണുക. വെള്ളച്ചാട്ടത്തിലൊന്നും പോകാൻ പറ്റില്ല. വെളിച്ചൊന്നും വരുന്നില്ല അല്ലേ ഇവിടെ. അത് മഴ പെയ്യാൻ പോകുമ്പോ മഴക്കാറാണ്. മഴ പെയ്യാൻ വേണ്ടിട്ട് അതാണ് അവിടെ ഫ്രണ്ട്. മംഗലാപുരം
286. ഇതെന്താ നമ്മള് എന്തോ 7 രാത്രി 6:30 പോണ പോലെ ഇല്ലേ? രാവിലെ 10 മണിക്കാണ് മെയിൻ കോൾ. 10 മണിക്കാണ്. ഇപ്പൊ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നത് അങ്ങനെ ഈ ഭാഗത്തേക്കൊക്കെ നല്ല മഴയാണ്. ഞാൻ അത് നോക്ക് മഞ്ഞ്. എന്താ മഞ്ഞ് മഞ്ഞ് പറയുമ്പോഴേ പേടിയാണ്. ഹൈദരാബാദിലെ ഓർമ്മകൾ. ഇനി പേടിയില്ലേ ഡോവിക്ക്? ഓക്കെ. റോഷോന് പേടിയാണ്. എനിക്ക് പേടിയില്ല. മഞ്ഞിട്ടൊക്കെ കളിക്കണം. ഇതൊരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് നിക്കണല്ലേ? എയർ ബാഗ് ഒക്കെ വന്നിരിക്കണം. സർവീസ് റോഡ് അതിൽ കൂടെ പോകുന്നു. അവരിനി ഇങ്ങനെ വന്നതോ എന്തോ അല്ലേ? തിരിഞ്ഞിട്ട് വന്നതോ എന്തോ വണ്ടി അങ്ങനെയല്ല അതെ. കോട്ടയ്ക്കലിലേക്ക് 7 കിലോമീറ്റർ ഉള്ളൂ. ഈ എക്സിറ്റിൽ ഇറങ്ങണം. ഇവിടെ ഇപ്പൊ വിളിച്ചു ഒന്നുമില്ല. മഴയാണ്. ഇങ്ങനെയാണ് വൈപ്പർ അടിക്കണം ബാക്കില്. ഓക്കെ. നല്ല മഞ്ഞാണ് ഇവിടെ. ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ. പിന്നെന്താണ് നമ്മള് എന്താണ് മാർത്താണ്ട് അതൊക്കെ പോയതൊക്കെ ഇതുവഴി. അതെ. തിരൂരൊക്കെ 18 കിലോമീറ്റർ. മഴ അങ്ങനെ ഭയങ്കര നല്ല മഴ എന്ന് പറയാനില്ല, പക്ഷെ നല്ല ഇരുട്ട് അല്ലേ. അത് മഞ്ഞാണ്. വണ്ടികളൊക്കെ ഒന്ന് നിക്കണം. നല്ല മഴയായി. നമ്മള് ഇത്തിരി മഴയുള്ളൂ, ഇരുട്ട് പോലെ ഉണ്ട് എങ്കിലും എന്നൊക്കെ പറഞ്ഞു. നല്ല മഴയായി. പതുക്കെ പോകട്ടെ ചേച്ചിട്ടാ, കണ്ണേ കാണില്ല. തരാന്ന് 1 മിനിറ്റ്. നല്ല ഭംഗി. മാഹിക്ക് ഇടാല്ലേ? ഇനിയിപ്പോ എന്തായാലും മാപ്പിൽ ഇടാം. എന്തായാലും ഉടുപ്പി എത്തുമല്ലോ, 6-7 മണിയാകുമ്പോഴേക്കും എന്തായാലും എത്തുമല്ലോ അല്ലേ? നമ്മുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവര് ടൈം എത്ര മണിക്ക് എത്തുമെന്ന് പറയണം. മുംബൈ 1710 കിലോമീറ്റർ. എനിക്ക് വേണ്ട ഒന്നുമില്ല. In 150 meters, turn left. Turn left, then turn right. കണ്ണാടി ഒരു മങ്ങിയ പോലെ അല്ലേ? മഞ്ഞ് തന്നെ. പിന്നെ മഴ തുടങ്ങി. റോഡിൽ ഇങ്ങനെ വെള്ളം വരുന്നു അല്ലേ? എന്തായാലും വീലും ഉള്ളൊക്കെ കഴുകിയ പോലെ ആയില്ല. നല്ല റോഡല്ലേ, എന്താ അങ്ങനെ വെള്ളം?
291 100 കിലോമീറ്റർ പോകുന്ന നമ്മള്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗോവ ഗോവ പാൽഗോവയിൽ കഴിച്ച് എത്തുവാണോ? ഹലോ നീ എന്താടാ ചെയ്യുന്നത്? ഞാൻ പറയട്ടെ. ആ, ഹലോ ഗൈസ്, നമ്മുടെ ടോയ് പാൽഗോവയൊക്കെ കഴിച്ച്